കമ്പാരിറ്റബിൾ അല്ല സിനിമയ്ക്ക് അതൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് വെച്ചിരിക്കുന്നത് ഒരു വെറുതെ ആൾക്കാർക്ക് ഒരു രസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്ലോട്ട് ട്വിസ്റ്റ് അല്ല. കൃത്യമായിട്ട് ആ ഇമോഷൻ്റെ ബാക്കപ്പോട് കൂടിയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് സിനിമയ്ക്കകത്ത് വരുന്നത് തന്നെ. ബാലൻ ദ ബോയ് തിയേറ്ററിൽ പോയി കണ്ടു. അപ്പം എന്നത്തെയും പോലെ വൈകിട്ട് സെക്കൻഡ് ഷോയ്ക്ക് ആയിരുന്നല്ലോ പടം കാണാൻ വേണ്ടി പോയത്. അപ്പം ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്. ഒന്നാമത്തെ കാര്യം ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു കൈയടക്കം, ഡയറക്ഷനുള്ള ഒരു കൈയടക്കവും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ പടത്തിൽ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഇരുന്നതാണ്. അപ്പം സിനിമ കാണുന്നതിന് മുമ്പ് കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ കണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു. എന്തായാലും ഇന്നലെ പടം പോയി വൈകുന്നേരം പോയി കാണാൻ വേണ്ടി പോയി. ബുക്ക് ചെയ്തു. കോട്ട അഭിലാഷനാണ് പടം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ചെന്നൊരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. തിയേറ്റർ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പടം തുടങ്ങുമ്പോൾ ഉള്ളൊരു മറ്റേ നമ്മുടെ ഈ സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആ സാധനമൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള സൗണ്ട് ആയിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത്. ഞാൻ വിചാരിച്ചപ്പോൾ ബാലനായിട്ടുള്ള കൊച്ചിൻ്റെ സൗണ്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ടോവിനോടെ സൗണ്ട് വരുമായിരിക്കും അങ്ങനെ. പക്ഷെ അതെല്ലാം വെച്ചിട്ട് ആ സൗണ്ട് വെച്ച് തന്നെ പടം നമ്മൾ ആദ്യം തന്നെ പടത്തിൻ്റെ ഒരു മിസ്റ്ററി സ്വഭാവം പതുക്കെ റിവീൽ ചെയ്യുന്നുണ്ട് ആ സൗണ്ടിൽ തന്നെ. ഒരു ഭയങ്കര രസമുള്ളൊരു സൗണ്ട്, ഒരു വെറൈറ്റി സൗണ്ടാണല്ലോ പടത്തിൽ ഈ ടൈറ്റ് സമയത്ത് വരുന്നത്. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അതൊക്കെ പടത്തിലോട്ട് ഉണ്ടാവുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ, നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വളരെ കൈയടക്കത്തോടു കൂടി ചിദംബരം മേക്ക് ചെയ്തേക്കുന്ന ഒരു അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്ന സിനിമ ഒരു മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാവാനാണ് സാധ്യത. പക്ഷേ എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് ഈ വീക്കെൻഡിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് ഈ ബാലൻ. അപ്പോൾ ബാലൻ്റെ കൂടുതൽ വിശേഷത്തിലേക്ക് പോകുകയാണെങ്കിൽ, ബാലൻ്റെ ഏറ്റവും അടിപൊളി, ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്ന ഫസ്റ്റ് ഘടകം ബാലൻ്റെ ഡയറക്ഷൻ സൈഡ് തന്നെയാണ്. അതായത് ഒരു മിസ്റ്ററി ഡ്രാമ ഒരു കഥ, ആ കഥേനെ വളരെ കൈകടക്കത്തോടു കൂടി, അതായത് പേഴ്സണലി എൻ്റെ ഒരു ഫീലിൽ, ഞാനിപ്പോൾ ഒരു ഡ്രാമ, ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീലിൽ, അതായത് അതിൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും പെർഫോമൻസുകളാണെങ്കിലും എഡിറ്റിംഗ്, അങ്ങനെ എല്ലാ പരിപാടിയും നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഒരു ലാഗോ ഒരു പരിപാടിയോ ഇല്ലാതെ വളരെ അതിനകത്തൊരു അനാവശ്യമായിട്ടൊരു ഷോട്ട് പോലും ഇല്ലാതെ അത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ക്രാഫ്റ്റാണ് ശരിക്കും ബാലൻ. അപ്പം നല്ലൊരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ളൊരു, മലയാളത്തിൽ ഈ അടുത്തിടയ്ക്ക് വന്ന സിനിമകളിൽ വളരെ മികച്ചൊരു സിനിമയാണ് ബാലൻ. അപ്പം എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ട് നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണേണ്ടത് തന്നെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ രണ്ടാമത് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പടത്തിൻ്റെ പെർഫോമൻസാണ്. പടത്തിൻ്റെ ഏറ്റവും കൂടുതലും പടത്തിൻ്റെ പെർഫോമൻസും ക്യാരക്ടേഴ്സുമാണ്. അപ്പോൾ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും പടത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റേജിലേക്ക് നമുക്ക് പോകാം, അത് രണ്ടാമത് പോകാം. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ബാലനായിട്ട് അഭിനയിക്കുന്ന മകൻ, നമ്മൾ ട്രെയിലറിൽ കാണുന്ന അമ്മ, പിന്നെ ടോവിനോ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ കൊണ്ട് പടത്തിൽ ഇവരിലൂടെ സഞ്ചരിക്കുന്ന ഈ സിനിമ വളരെ കോറായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, അവർക്ക് അവരുടേതായിട്ടുള്ള പാസ്റ്റുള്ള, ഇപ്പം തന്നെ പറയാം, നമ്മൾ ജീവിക്കുന്ന ഒരു ഫിക്ഷണൽ വേൾഡ് ഉണ്ടല്ലോ, അതായത് എല്ലാം സത്യസന്ധമായിട്ടും എത്തിക്കലായിട്ടും മാത്രം നടക്കുന്ന അതൊന്നും അല്ല. ശരിക്കും ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ അവരെന്താണ്, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതൊക്കെ അവരെന്താണ്, അവരുടെ ബാക്ക് സ്റ്റോറീസ്, അത് ഒരു പരിധി വരെ എന്താണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല പടം കാണുമ്പോൾ. അതാണ് എനിക്കത് ഒത്തിരി പറയാൻ പറ്റത്തില്ല, കാരണം സ്പോയിലർ ഉണ്ട് പടത്തിൽ, അതുകൊണ്ട് ഒരുപാട് പറയാൻ പറ്റില്ല. അപ്പം കോർ കഥാപാത്രങ്ങൾ, അതായത് വളരെ രസകരമായിട്ടുള്ള, ബാലനായിട്ട് ചെയ്യുന്ന പയ്യനാണെങ്കിലും അമ്മയാണെങ്കിലും ഇടയ്ക്ക് വരുന്ന ഒരു കഥാപാത്രമുണ്ട് ഭയങ്കര രസകരമായിട്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എൻ്റർടൈൻ ചെയ്യുന്ന ഫുൾ ആ കഥാപാത്രം. അവിടെ നിന്ന് പിന്നെ ടോവിനോയുടെ ക്യാരക്ടർ, ടോവിനോക്കെ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഭാഗത്ത് നമ്മൾ കാണുന്ന ചില സമയത്ത് ടോവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ നമ്മൾ മറന്നു പോകും ചില ഏരിയസിൽ. അതുപോലെ പുള്ളിയുടെ ചില ആക്ഷൻസും ഭയങ്കര വളരെ റഫായിട്ടുള്ള കഥാപാത്രത്തെ ടോവിനോ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പടത്തിൻ്റെ ഏറ്റവും കുറവ് അതിൻ്റെ പെർഫോമൻസാണ്. ഈ പടത്തിൽ പെർഫോമൻസിനെ നമുക്കൊന്ന് റാങ്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും അടിപൊളി പെർഫോമൻസ് ഇതിനകത്ത് ബാലനായിട്ട് അഭിനയിക്കുന്ന പയ്യന്മാർ തന്നെയാണ്. അതായത് അവരുടെ ഏറ്റവും ചെറുപ്പകാലം അഭിനയിക്കുന്ന പയ്യനുണ്ട്, അതിന് ശേഷം വരുന്ന കഥാപാത്രങ്ങൾ എല്ലാം ചെയ്യുന്ന ഈ ബാലനായിട്ട് വരുന്ന 2 കുട്ടികളും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അവർ ആ കഥാപാത്രം അനുഭവിക്കുന്ന ആ കുട്ടി കടന്നു പോകുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള അയാളുടെ ഫാമിലി സിറ്റുവേഷൻസിൽ ഭയങ്കര രസകരമായിട്ട്, ഭയങ്കര ഡെപ്തിൽ, സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പം ആ ബാലനായിട്ട് അഭിനയിക്കുന്ന അഡൾട്ട് സ്റ്റേജിലുള്ള പയ്യൻ, അവനൊക്കെ എടുക്കുന്ന പെർഫോമൻസ് വളരെ ഇൻഡെപ്തി എന്ന് പറയുന്നൊരു പെർഫോമൻസാണ് ബാലനകത്ത് ഈ പയ്യന്മാർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പെർഫോമൻസ് ബാലൻ്റെ അമ്മ തന്നെയാണ്. പുള്ളിക്കാരി എനിക്കൊന്ന് വേറെ സിനിമയൊന്നും കണ്ടിട്ടില്ല, പുതിയ ആക്ട്രസ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി കിടിലം പെർഫോമൻസാണ്, ഒന്നും പറയാനില്ല. ഈ തുടക്കത്തിൽ ഫസ്റ്റ് ഷോട്ടിലൊക്കെ പുള്ളിക്കാരി കാണുമ്പോൾ പുള്ളിക്കാരുടെ മുഖത്ത് വരുന്ന ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഭയങ്കര യൂണിക്കായിട്ടുള്ള ഒരു വേ ഓഫ് ആക്ടിങ്ങും പരിപാടിയായിരുന്നു ഈ ക്യാരക്ടേഴ്സിൻ്റെ. എന്ന് വെച്ചാൽ ഒറ്റ മോഡുലേഷനുള്ള ക്യാരക്ടറാണ്, അങ്ങനെ വലിയ ഡൈനാമിക്സ് ഉള്ള ക്യാരക്ടറല്ല. പക്ഷെ എന്താണോ ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് അതേ സാധനം അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സുന്ദരിയായ അമ്മ എന്ന് പടത്തിൻ്റെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര സുന്ദരിയായിട്ടുള്ള പെർഫോമൻസിലും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരാളാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത് ഈ അമ്മയായിട്ട് ക്യാരക്ടർ. പിന്നെ മൂന്നാമത് രണ്ട് ജീൻ പോൾ ലാലിൻ്റെ പെർഫോമൻസ് ആണ്. ടോവിനോയ്ക്ക് മുമ്പായിട്ട് ജീൻ പോൾ ലാലാണ് നമ്മൾ റാങ്ക് ചെയ്യേണ്ടത്. കാരണം ജീൻ പോൾ ലാലിന് പടത്തിലൊരു
പ്രത്യേക ആർക്കുണ്ട്. അതായത് ആ ക്യാരക്ടറിൻ്റെ ഒരു ലൈഫിലൊരു ജേർണി, ഒരു ഏജിൻ്റെ 2 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് പുള്ളി ഫ്ലെക്സിബിളായിട്ട് ഭയങ്കര രസമായിട്ട് ശരീരത്തിലും അയാളുടെ എന്താ പറയുക, അയാളുടെ മുഖത്തിൻ്റെ പരിപാടിയിലും എല്ലാം അത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മേക്കപ്പിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ആവാം, എന്തായാലും പുള്ളിയുടെ പെർഫോമൻസിൽ അതുണ്ട്. ചെറുപ്പകാലത്ത് അഭിനയിക്കുമ്പോൾ പുള്ളിയുടെ ഉള്ളൊരു എനർജി, കുറച്ച് പ്രായമായിട്ട് അയാളുടെ ഒരു കാലഘട്ടം കടന്നു പോകുമ്പോൾ അയാളുടെ എനർജറ്റിക് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഭയങ്കര രസമായിട്ട് ജീമ്പോളാൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഞാൻ കണ്ടേക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ നല്ല അടിപൊളി ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ തന്നെയാണ് ജീമ്പോളാലിൻ്റെ പെർഫോമൻസ് ഈ പടത്തിൽ. അപ്പം അടുത്തായിട്ട് എടുത്തു വരേണ്ട പെർഫോമൻസ് ടോവിനോടെയാണ്. ടോവിനോയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ARMലൊക്കെ നമ്മൾ കാണുന്ന ഒരു വേഴ്സറ്റൈൽ പെർഫോമൻസ് ആണ്, കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള, ഇപ്പോൾ മണിയൻ പോലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അത്രയ്ക്കും ഒരു എക്സെൻട്രിസിറ്റിയിലേക്ക് പോകുന്നില്ലെങ്കിലും പക്ഷേ ഈ കിട്ടുന്ന ക്യാരക്ടർ കുറച്ച് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടോവിനോ ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. പുള്ളി ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ട് അതിൻ്റെ ചില ടൈമിലെ മാനറിസങ്ങളൊക്കെ ഉണ്ട്, വളരെ മൈന്യൂട്ട് മാനറിസങ്ങൾ, ഭയങ്കര റഫായിട്ടുള്ള ആൾ കാണിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വൈഡ് ഷോട്ടിൽ പുള്ളി നടന്നു വരുമ്പോൾ പുള്ളി കാണിക്കുന്ന ചില മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെയും. നമ്മൾ നേരിട്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരാവാം, ചിലപ്പോൾ നമ്മുടെ അറിയാവുന്ന ആൾക്കാരാവാം, ചിലപ്പോൾ നാട്ടിൽ കാണുന്ന ചേട്ടന്മാരാവാം, അങ്ങനെയുള്ള പല മാനറിസങ്ങളും ഭയങ്കര മൈന്യൂട്ടായിട്ട് ടോവിനോ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഭയങ്കര എൻ്റർടൈനിങ് ആണ് ടോവിനോയുടെ പെർഫോമൻസ്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് ലീഡ് ചെയ്യുന്ന ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടോവിനോയുടെ ക്യാരക്ടർ ആ ഒരു സാധനം ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് സിനിമയിലേക്ക് വരുമ്പോൾ ടോവിനോയുടെ പെർഫോമൻസ് സൈഡിലേക്ക് വരുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ എടുത്ത് പറയേണ്ടത്, ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ കഥയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു ടൈമിൽ ബാലൻ്റെ അമ്മ പറയുന്നൊരു സാധനമുണ്ട്, എൻ്റെ മകൻ ഒരിക്കലും ഒരു അടിമയാവരുത്, ഒരു രാക്ഷസനും ആവരുത്. അതായത് അവരുടെ ലൈഫിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു പരിപാടിയാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ ഇപ്പം നമ്മുടെ റിയൽ ലൈഫിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ ചിലപ്പം ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒക്കെ എങ്ങനെയെങ്കിലും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിക്കോ. പക്ഷെ ആ പേഴ്സ്പെക്റ്റീവ് എനിക്ക് സിനിമയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. ഒരിക്കലും എൻ്റെ മകനെ ഞാൻ അടിമയാക്കത്തില്ല, ഒരു രാക്ഷസനും ആക്കത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഭയങ്കര നല്ല ഒരു കുഞ്ഞിനെയാണ് വളർത്തിയെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ശരിക്കും ആ ക്യാരക്ടർ സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒന്നും അല്ല പടം. അതിനൊക്കെ ഭയങ്കര വേഴ്സറ്റൈലാണ് പടം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത എലമെൻറ്റ് ഈ ടെക്നിക്കലായിട്ടുള്ള ഒരു സൈഡും അല്ല, പടത്തിൻ്റെ ഇമോഷൻസ് ആണ്. കോർ ഇമോഷൻസ്. അതിനെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പിനെ ഞാൻ ഒക്കെ ചിന്തിക്കുന്നത് അങ്ങനത്തെ ഒരു പരിപാടിയുടെ കാലഘട്ടം കഴിഞ്ഞു, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ബന്ധത്തിനെ എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഡെപ്തിലും അതിൻ്റെ എല്ലാ സൈഡും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് സിനിമ നമുക്ക് തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയ്ക്കകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് വെച്ചിരിക്കുന്നത് ഒരു വെറുതെ ആൾക്കാർക്ക് ഒരു രസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്ലോട്ട് ട്വിസ്റ്റ് അല്ല. കൃത്യമായിട്ട് ആ ഇമോഷൻ്റെ ബാക്ക്ബോർഡ് കൂടിയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് സിനിമയ്ക്കകത്ത് വരുന്നത് തന്നെ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും നല്ല വശം. ഈ സിനിമയുടെ ഏറ്റവും കൈയടക്കം ഞാൻ പറയാനുള്ള കാരണമാണ്, നമ്മളൊരു സിനിമ കാണുമ്പം അത് സിനിമയല്ല, നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഇമോഷൻ അനുഭവിക്കണം. ആ ഒരു പരിപാടി ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടി. ഈ സിനിമ തീർന്ന തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് സീറ്റിലിരുന്ന് ആ ഇമോഷൻ ഉള്ളിലെടുക്കാനായിട്ടും ആ ഇമോഷൻ കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചെന്ന് വേണം ഞാൻ പറയാം. ഈ സിനിമ അത്രയ്ക്കും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആ സിനിമയിൽ ആ ഇമോഷൻ സൈഡ് ഭയങ്കര രസകരമായിരുന്നു. അതുപോലെ ടോവിനോയും മകന് ഈ പയ്യനും തമ്മിലുള്ള കുറച്ച് ഇമോഷൻ സൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെയാണോ ജീവിക്കുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ലോകത്ത് നടക്കുന്ന ഒരു റിയാലിറ്റീനെ ഈ അമ്മയുടെ മകൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഭയങ്കര രസകരമായിട്ട് സിനിമ കാണിച്ചു തരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഇമോഷൻസ് അതിനകത്ത് വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ ഇമോഷൻ സൈഡ്, അവരനുഭവിക്കേണ്ടി വരുന്ന അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് സിനിമയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ ഈ സിനിമയുടെ റൈറ്റർ അവിടെ ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അദ്ദേഹത്തിൻ്റെ ഐഡിയാസും കഥയെല്ലാം ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും നല്ല ഒരു സിനിമ, ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സിനിമ ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പേഴ്സണലി ഭയങ്കര രസമായ സിനിമ. നിങ്ങൾ ആണ് ഈ പടത്തിൽ ഏറ്റവും അടിപൊളി മനുഷ്യൻ. ഈ പടത്തിന് ഏറ്റവും ഏരിയ അതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്ന സിനിമയുടെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ഫ്രെയിംസ്, ഭയങ്കര, അതായത് ഒരുപാട് മൂമെൻറ്റ്സോ കാര്യങ്ങളുള്ള അതല്ല, ഒരു പോർട്രേറ്റ് നമ്മൾ വരച്ചു വെക്കുന്ന ഒരു ക്യാൻവാസ് പോലെ എടുത്തു വെച്ചിരിക്കുന്ന ഷൈജു ഖാലിദിൻ്റെ ഓരോരോ ഫ്രെയിമുകൾ. അതിനകത്ത് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവരൊരു വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയും അങ്ങോട്ട് വന്നിട്ട് ഗ്ലാസ് ഇട്ടൊരു ഡോറാണ്. ആ ഡോറിനകത്തൂടെ ഒരേ ടൈമിൽ മകനെയും
അമ്മയും കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതിനകത്ത് അവരുടെ ഒരു ക്യാരക്ടർ ഡൈനാമിക്സ് എനിക്ക് എന്തൊക്കെയോ വല്ലാത്തൊരു ഫീലാണ് എനിക്ക് ആ ഷോട്ട് കണ്ടപ്പോൾ തോന്നിയത്. ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് ഓരോ ഫ്രെയിംസുകളും ആ ലൊക്കേഷനിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള അവരുടെ ഒരു ടോട്ടലായിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്സുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ഏരിയാസിൽ അറ്റ് ദ സെയിം ആംഗിളിൽ നിന്ന് ചില ഷോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അത് നമുക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അത് ക്യാരക്ടേഴ്സ് അവരുടെ ചില വഴികൾ, അവരുടെ ജീവിതത്തിലേക്കുള്ള പല പല വഴികൾ അത് മനസ്സിലാക്കാനായിട്ട് സിനിമയിൽ യൂസ് ചെയ്യുന്ന ചില ഷോട്ട്സ് ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ശരിക്കും ഈ സിനിമയ്ക്ക് അത് വളരെ രസകരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഷൈജു കാലിസിൻ്റെ ഒട്ടുമിക്ക സിനിമകളിൽ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ കുമ്പളങ്ങി നൈറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ കുമ്പളങ്ങിയാണെങ്കിൽ ഇവിടെ വേറൊരു ടെറൈനാണ്. അത് അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി അതിൻ്റെ എല്ലാ ഇമോഷൻസോടും കൂടി ഷൈജു കാലിസ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പറാണ് സിനിമയുടെ ക്യാമറ ഏരിയ മൊത്തവും. പിന്നെ അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്. ഒരിക്കലും ഇപ്പോൾ നമ്മളൊരു ഡ്രാമ സിനിമയ്ക്ക് സാധാരണ കൊടുക്കുന്ന ഒരു കളർ ഗ്രേഡിങ് പരിപാടിയല്ല ഈ സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള വേറൊരു പരിപാടിയാണ് മൊത്തത്തിൽ ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും കളർ പാലറ്റും എല്ലാം. അത് നല്ല രസമായിരുന്നു. പടത്തിൽ ഭയങ്കര എൻഗേജിങ് ആക്കി നമ്മളെ കാണിക്കുന്ന ഒരു പരിപാടിയാണ് പടത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തേക്ക് വരുന്ന പിന്നെന്താ പറയുന്നത്, അങ്ങനെ ആ സൈഡെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ സുഷിൻ ശ്യാമിൻ്റെ ഭയങ്കര ഇതിനകത്ത് പഠനത്ത് പാട്ടുകളല്ല, പാട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കവിതകൾ പോലുള്ള ചില പാട്ടുകൾ ഭയങ്കര രസകരമായിട്ടുള്ള ഈ സ്കൂളിൽ പിള്ളേരൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടുള്ള അതായത് പയ്യൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് സിനിമ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ചില മ്യൂസിക്കുകളും കാര്യങ്ങളും അതായത് പാട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ബാക്കി ഫുള്ള് സ്കോറിങ്ങിലാണ് സുഷിൻ പിടിച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരിക്കലും ഇന്ന ടൈമിൽ സ്കോർ വെച്ചിട്ട് പുള്ളി എലിവേറ്റ് ചെയ്തൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ സിനിമ കണ്ടു പോകുമ്പോൾ സിനിമ ആസ്വദിച്ച് പോവുകയാണ്. അതിൻ്റെ കൂടെ ഭയങ്കര ബ്ലെൻഡായിട്ട് പോകുന്നൊരു മ്യൂസിക്. ഒരിക്കലും ഒരു ഏരിയ പോലെ ഒരു കല്ലുകടിയോ ഒരു പ്രശ്നങ്ങളോ തോന്നാത്ത ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സുഷിൻ ശ്യാം ചെയ്തേക്കുന്ന ഒരു അടിപൊളി മ്യൂസിക്കൽ വർക്ക് തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മ്യൂസിക്കൽ ഏരിയ. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന പീരീഡ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പം ഏകദേശം നമ്മുടെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ നോക്കാം. വേണമെങ്കിൽ സിനിമയുടെ ഇപ്പം അറ്റ് ദ പ്രസൻറ്റിലാണ് സിനിമ നടക്കുന്നതെങ്കിൽ ഒരു 10 വർഷം മുമ്പിലേക്ക് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയുടെ ഒരു കാലഘട്ടം കൃത്യമായിട്ട് കാലഘട്ടം സിനിമയിൽ എങ്ങും മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ ഡിസൈൻ ഏരിയകളിൽ അടിപൊളിയാണ്. അതായത് ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻസ്, അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ, വീടുകൾ, ഇവർ യൂസ് ചെയ്യുന്ന വളരെ ചെറുതായിട്ടുള്ള പ്രോപ്സുകൾ, കാര്യങ്ങൾ, ടോവിനൊക്കെ താമസിക്കുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ അതൊക്കെ അടിപൊളിയാണ്. അതിനകത്തെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ഏരിയകൾ യൂസ് ചെയ്യുന്ന കസേരയുടെ ചില കളർ പാലറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഒരു റെഡ് കസേര, ഒരു ചെറിയൊരു കുടിലാണ്. ആ കുടിലിനകത്ത് അടിപൊളി സോഫയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് ഡ്രാമ വർക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ പരിപാടികളൊക്കെ മൊത്തത്തിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈൻ സൈഡിലേക്ക് വരുമ്പോഴും ലൊക്കേഷൻ ചൂസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പടം അടിപൊളിയാണ്. അപ്പം ഞാൻ പറയുന്നത് ടോട്ടലി ഭയങ്കര രസമായിട്ട് സിനിമയുടെ എല്ലാ ടെക്നിക്കൽ ഏരിയാസും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ഇമോഷൻസ് എന്താണ്, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എന്താണ്, അവരനുഭവിക്കേണ്ടി വരുന്ന ഇമോഷൻസിൻ്റെ ഡെപ്ത് എത്രയാണ്, എന്താണ് പടത്തിൻ്റെ കോർ ഇമോഷൻ, ഇതിനെല്ലാം ഉൾക്കൊണ്ട് വളരെ കൃത്യമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ക്രാഫ്റ്റാണ് ബാലൻ. പറ്റുമെങ്കിൽ ഈ ഫ്രെയിംസും പടത്തിൻ്റെ ഇമോഷനും കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ഇത് മിസ് ചെയ്യരുത് ഒരിക്കലും. കാരണം അത് OTT കാണേണ്ട ഒരു പടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, OTT കാണാൻ പറ്റും. പക്ഷേ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. കമ്പാരിറ്റബിൾ അല്ല സിനിമ. ഇപ്പം എനിക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ മുമ്പ് ഞാനിത് കൂടെ സിനിമ കണ്ടത് ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചെറുതായിരുന്നു. ഞാൻ തിയേറ്ററിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് എനിക്ക് ആ സിനിമയുടെ ഡെപ്ത് ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു സെൻസിബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ബാലൻ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഇമ്പ്രൂവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമയാണ്.